എന്താണെന്നല്ലേ. അപ്പോൾ ഇന്ന് സ്കിൻ കെയറും ഹെയർ കെയറും ഒന്നുമല്ല. അപ്പോൾ ഇന്ന് ഞാൻ വരച്ച കുറച്ച് പെയിൻറ്റിങ്സ് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് കരുതി വന്നതാണ് കേട്ടോ. അപ്പോൾ കുറേ നാളുകൊണ്ട് നമുക്കിത് വീഡിയോ ചെയ്യണം, ഈ പെയിൻറ്റിങ്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരണം എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. പിന്നെയും അങ്ങ് മടി കാരണം അതൊന്നും ചെയ്യാറില്ല. പിന്നെ അപ്പോൾ ഇന്ന് ആലോചിച്ചപ്പോൾ ഇന്ന് നമുക്കത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലും. നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിൽ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ എവിടെയും പോയി പെയിൻറ്റിങ്സ് ഒന്നും പഠിച്ചിട്ടില്ല, ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ എൻ്റെ ഇതിൽ നോക്കി ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ച് അങ്ങനെ എൻ്റെ ഒരു യുക്തിക്ക് അനുസരിച്ച് ഞാൻ ചെയ്യുന്ന ഓരോ പെയിൻറ്റിങ്സാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾ ഇതിൽ വിലയിരുത്തണം കേട്ടോ, അല്ലാതെ ഭയങ്കര പെയിൻറ്റിങ്സാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിലയിരുത്തരുത്. അപ്പം ആദ്യത്തെ പിക്ക് ഇതാണ് കേട്ടോ. 2 ഫൈറ്റർ ഫിഷിനെ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഫ്രെയിം ചെയ്ത് വെച്ചിട്ട് ഉണ്ടായിരുന്നു, പക്ഷെ അത് താഴെ വീണ് പൊട്ടിപ്പോയി. 2 ഫൈറ്റർ ഫിഷിനെ വരച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനി ഫ്രെയിം ചെയ്ത് വെക്കേണ്ട പിക്കാണ് കേട്ടോ. ഇതിനകത്ത് കാണുമ്പോൾ അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒന്നും അങ്ങനെ അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. ഇതിൽ കുറേ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് 2 കളർ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു, അങ്ങനെ ഞാൻ വരച്ചതാണ്. അപ്പൊ ഇത് ഫോണിന്റെ കുഴപ്പമാണോ എന്ന് എനിക്ക് അറിയില്ല, ഫോണിന് ക്ലാരിറ്റി ഇല്ല, അതൊരു പ്രശ്നം തന്നെയാണ്. ഇതിനകത്ത് കുറേ ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ കാണിക്കാം. അപ്പൊ ഇത് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന കേട്ടോ. അപ്പൊ ഇത് ചെറിയൊരു മടക്ക് വീണു. ഇത് എങ്ങനെയാ വീണെന്ന് എനിക്ക് ഒരു പിടിയില്ല. എന്റെ പെയിന്റിങ്സും ഞാൻ വരച്ച എന്തെങ്കിലും സാധനങ്ങളൊക്കെ നശിപ്പിക്കുന്നത് എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇനി ആരാ ഈ പരിപാടി ചെയ്തതെന്ന് എനിക്കറിയില്ല. അടുത്ത രണ്ടാമത്തെ പെയിന്റിങ് ഇതാണ് കേട്ടോ. ഭയങ്കര സിമ്പിളാണ്, എനിക്കിത് എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കിത് അത്ര വലിയ ഭംഗിയൊന്നും തോന്നത്തില്ലായിരിക്കും, പക്ഷെ എനിക്കെന്തോ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പെയിന്റിംഗ് ആണ് കേട്ടോ. ഒരു ദിവസം കൊണ്ട് ഞാൻ വരച്ച എന്തോ ഇങ്ങനെ മനസ്സിൽ തോന്നി അങ്ങനെ വരച്ചൊരു പെയിന്റിംഗ് ആയത്. ഈ ഫോണിൽ കാണുമ്പോൾ മൊത്തവും ഫുള്ള് എന്തൊക്കെയോ പോലെ കാണുന്നുണ്ട്. ഇതാണ് കേട്ടോ. ഇത് ഒരു സ്ഥലം ആണ്. ആ സ്ഥലം ഞാൻ ചുമ്മാ ഒന്ന് റഫ് ചെയ്ത് അങ്ങനെ വെറുതെ ഒന്ന് വരച്ച് നോക്കിയതാ. ഇങ്ങനൊരു സ്ഥലമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കത്തിയാ ഒന്ന് കമന്റ് ചെയ്തേക്കണേ, ആർക്കെങ്കിലും മനസ്സിലായ. ഏകദേശ രൂപമൊക്കെ കണ്ടിട്ട് എവിടാന്നൊന്ന് ഗസ് ചെയ്തൊന്ന് പറയണേ. അടുത്തത് ഇതാണ് കേട്ടോ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് വരച്ചത്. ഒന്നാമത്തെ കാര്യം ഭയങ്കര മടിയാണ് എനിക്ക്. ഇത് ഭയങ്കര ഇഷ്ടമാണ്, ഇത് വരയ്ക്കാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അതിന് ഒരു മൂഡ് വരാൻ ഭയങ്കര താമസം എടുക്കും. വരയ്ക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് കംപ്ലീറ്റ് ചെയ്തേ ഞാൻ അവിടുന്ന് എണീക്കത്തുള്ളൂ. അങ്ങനെ ഒരു ശീലമുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ വീഡിയോ. ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ നിന്ന് നോക്കി വരച്ചതാണ് കേട്ടോ. യൂട്യൂബിൽ ഓരോരുത്തർ വരച്ചേക്കുന്നതൊക്കെ കാണിക്കുന്നില്ലേ, അപ്പോൾ ആ ട്യൂട്ടോറിയലൊക്കെ കണ്ട് ഞാൻ വരച്ചു നോക്കിയത്. പിന്നെ എൻ്റെതായിട്ടുള്ള ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അതുപോലെ അങ്ങ് പക്കയായിട്ട് വരയ്ക്കാനൊന്നും ഞാൻ വലിയ വരപ്പുകാരിയൊന്നും അല്ല കേട്ടോ. പിന്നെ പെയിന്റിങ് കഴിഞ്ഞു. പിന്നെ ഞാൻ ഒരു ബുക്കിൽ അങ്ങനെ വരയ്ക്കുന്നത് ഇത് ബുക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഞാൻ ആദ്യമായിട്ട് വരച്ച ഒരു ഇതാട്ടോ. വെള്ളച്ചാട്ടം പോലൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ എനിക്കിത് എന്തോ ആയിട്ട് തോന്നുന്നു എനിക്കറിയില്ല. അപ്പോൾ യൂട്യൂബിൽ ഒരു ചേച്ചി ഒരു ഗിവ് അല്ലല്ലോ, എന്തോ ഒരു കോൺടെസ്റ്റ് എന്തോ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വരച്ചതാണ്. പക്ഷെ എനിക്കൊന്നും കിട്ടിയില്ല. ഞാൻ അങ്ങനെ വരച്ച് നോക്കിയതാണ്, പക്ഷെ ഞാൻ ചേച്ചിക്ക് അയച്ചു കൊടുത്തതുമില്ല. എനിക്ക് അതിനൊരു ഭംഗി തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ അയച്ചു കൊടുത്തില്ല. ആ പിക്കാണ് ഇട്ടത്, ആ പടം. അതുപോലെ തന്നെ എനിക്ക് പെൻസിൽ ഡ്രോയിങ്ങിലോടും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പെൻസിൽ ഡ്രോ ചെയ്ത ഒരു പിക്കാണിത്. ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വടക്കുന്നാഥ ക്ഷേത്രം. അങ്ങനെ ഞാൻ വരച്ച പിക്കായത്. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, കാരണം ഞാൻ വലിയ ആർട്ടിസ്റ്റ് ഒന്നും അല്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായാലും എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പം
ഞാൻ വരച്ച എനിക്കിഷ്ടപ്പെട്ട കുറച്ച് പെയിന്റിങ്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ അതെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.